കബോർഡ് വൃത്തിയാക്കൽ പാർട്ട് 2. ഇന്ന് നമുക്ക് ഏറ്റവും താഴത്തെ കബോർഡ് വൃത്തിയാക്കാം. ഇതിന് നടുക്കൊരു കബോർഡ് ഉണ്ട്, അതിലൊക്കെ നോവൽസ്, ഫിക്ഷൻസ് ഒക്കെയാണ്. അത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ഇതും കൂടിയാണ് ഈ ചപ്പ് ചവർ ഐറ്റംസ് ഉള്ള സാധനങ്ങൾ എടുത്തു കളഞ്ഞ ഒരു സമാധാനം. അപ്പൊ ഇതെല്ലാം അതിന്റെ ഉള്ളിലുണ്ടായ ഐറ്റംസ്. വാ നമുക്ക് ഓരോന്നായി നോക്കാം. കളയണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കട്ടെ. ഇതായിരുന്നു എന്റെ ആദ്യത്തെ ഫോൺ. ഈ ഫോണിന് പിന്നിൽ ഒരു കഥയുണ്ട്. എന്റെ ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ വിശ്വസിച്ച കുറച്ച് പേര് എന്നെ കൂട്ടാതെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളിന് വേണ്ടിയിട്ട് യൂണിഫോം ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റും. എനിക്ക് സങ്കടവും ദേഷ്യവും വാശിയും എല്ലാം ഒന്നിച്ചു വന്നു. ഞാൻ എന്റെ വെല്ലുമ്മനോട് പറഞ്ഞിട്ട് ഒരു ഫോൺ വാങ്ങിയിട്ട് എന്റെ ബെഞ്ചിലിരിക്കുന്ന 2 ഫ്രണ്ട്സിനെയും കൂട്ടി സിനിമ കാണാൻ പോയി. അല്ല പിന്നെ എന്നോടാ കളി. ഇതിന്റെ രണ്ടാമത്തെ ഫോൺ പോക്കോ X2. ഇതിന്റെ പിന്നിൽ ഒരു കഥ. പണ്ട് ഒരു കൊറോണ കാലം. ആ സമയത്ത് ഡാൻസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛന് സോപ്പിട്ടിട്ട് വെല്ലുമ്മേനിൽ നിന്നും അച്ഛന്റെ നിന്നും അനിയത്തിൽ നിന്നൊക്കെ സംഭാവന പിടിച്ചിട്ട് ഞാൻ പുതിയ ഫോൺ വാങ്ങി. ഇതാണ് ഇത്. പിന്നെ എനിക്ക് പണ്ടൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു. ആരെന്ത് തന്നാലും അതിന്റെ പൊട്ടും പൊടിയടക്കം ഞാൻ എടുത്തു വെക്കും. മെമ്മറീസേ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. ഇത് സൗഹൃദ ക്ലബിന് പോയപ്പോ അവിടെ നിന്ന് കിട്ടിയ ഒരു ബുക്കാണ്. സൗഹൃദ ക്ലബിന് കയറുമ്പോൾ അവർ തരുന്ന നോട്ട്ബുക്കാണ്. ലാസ്റ്റ് ഡേയില് നമുക്ക് അന്യോന്യം എന്താ തോന്നിയത്, അവരുടെ പോസിറ്റീവ് പോയിന്റ്സ് എന്താണെന്ന് എഴുതാൻ പറഞ്ഞപ്പോ എന്നെ പറ്റി എഴുതിയാണ് ഇത്. അത് വായിച്ച് കുറച്ച് കൊണ്ടു ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഗൈസ്. അപ്പൊ 2K കിഡ്സ് അസംബിൾ. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ പഠിച്ചപ്പോൾ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയായിരുന്നു. ശരിക്കും എനിക്ക് 2 മലയാളം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ഇത് പുതിയതായി കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നീ മലയാളം പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കരുത്. ഓക്കെ. ഈ കവറിനകത്ത് കുറെ ഗിഫ്റ്റ് റാപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുമല്ലാണ്ട് ആ കാലത്ത് ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. കണ്ടടേ, ഇതാണ് ടിക്കറ്റ് കളക്ഷൻസ്. എല്ലാ തരത്തിലുള്ള ടിക്കറ്റ്സും എന്റെ കയ്യിലുണ്ട്. അതായത് പല പല മോഡൽസ് ഇറങ്ങിയില്ലേ, ആ സംഭവം ഗൈസ്. അത് പോട്ടെന്ന് വിചാരിക്കാം. ബാറ്ററി എടുത്തു വെക്കുന്ന ഒരു ജന്തുവിനെ കണ്ടിട്ടുണ്ട്. ആ ജന്തു ആയിരുന്നു ഈ ജന്തു. പിന്നെ പണ്ടേ ഞാൻ സമത്വത്തിന്റെ ആളാണ്. ഐ ലവ് ഡാഡ് നിലടുത്ത് മമ്മീന്ന് കൂടി ഞാൻ എഴുതി ചേർത്തു. കണ്ടാ, എഴുതി റെക്കോർഡ് വരെ എടുത്തു വെക്കുന്ന ഒരു സാധനത്തിനെ കണ്ടിട്ടുണ്ട്. അവസ്ഥനല്ലേ, ഞാൻ ഇത്ര അതപ്പതിച്ചു പോയ ഒരു കുട്ടിയായിരുന്നു ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ടെസ്റ്റമർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. സോറി, +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ എടുത്തു വെക്കാൻ സാധിച്ചുള്ളൂ. എന്തുകൊണ്ട് +2 എടുത്തു വെച്ചില്ല എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. ആ ടെക്സ്റ്റിനുള്ളിൽ ഞാൻ സ്കൂളിൽ ചേരുമ്പോൾ കൊടുത്ത പൈസന്റെ റെസീറ്റും ആരുടെ ടെക്സ്റ്റ് വാങ്ങിച്ചോ എന്തോ അതിന്റെ റെസീറ്റും എല്ലാം ഉണ്ടായി. ഈ ചാപ്റ്റർ ഓർമ്മയുണ്ടോ എന്നാണ് ഈ കോപ്രായം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ബോക്സിനെ പറ്റി എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, കാരണം ഇതിന്റെ അകത്തുള്ളതൊക്കെ മെമ്മറീസ് ആണ്. പക്ഷെ ആ മെമ്മറീസ് എനിക്ക് എപ്പോഴും ഹാപ്പിനെസ് മാത്രം അല്ലാത്തത്. കുറെ ചവർപ്പായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എവറി എക്സ്പീരിയൻസ് ഗീവ്സ് എ ലെസൺ എന്നല്ലേ. നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ലേ ഫ്രണ്ട്സ് കൊണ്ട് കൊടുക്കുന്ന ഡയറി മിൽക്കിന്റെ കവറിലെ മെമ്മറിയാന്ന് പറഞ്ഞ് എടുത്തുവെക്കുന്ന പൂക്കി ഫ്രണ്ട്സ്. അവരൊന്ന് മെൻഷൻ ചെയ്യട്ടെ. ഐ വാസ് എ പൂക്കി ലോങ് ബാക്ക് ഹൈ. അല്ല ഇതിന് പൂക്കി നല്ല പേര് വന്നില്ല. പക്ഷെ ആക്ച്വലി ദിസ് വാസ് സോ സ്പെഷ്യൽ. കാരണം എന്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് ഡയറി മിൽക്ക് കൊണ്ടിരുന്നത് ഞാൻ അവർക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടല്ലേ. എനിക്ക് എന്റെ സ്കൂളിൽ നിന്ന് ഏതോ ടീച്ചർ തന്നെയാണ്, ഇഷ്ടപ്പെട്ട ടീച്ചർ തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ പൊന്നുപോലെ കൊണ്ടു നടക്കും. ഇതെന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ ID കാർഡാണ്. ഇപ്പല്ലേ കഴുത്തിലോട്ട് ഇറങ്ങുന്നത്. പണ്ട് നമ്മളെ കയ്യിലായിരുന്നു. എന്റെ കോളേജ് സീനിയർ ക്രിസ്മസ് ക്യാപ്പാണ്. ഹി വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കോളേജ് സീനിയർ. അതുകൊണ്ട് എടുത്ത് വെച്ചു നീക്കും. പിന്നെ ഇതെന്റെ ആദ്യത്തെ ബ്രാൻഡഡ് വാച്ച്, ഫാസ്റ്റ് ട്രാക്ക്. ആദ്യം കഴിച്ച എക്സ്പെൻസീവ് മിഠായിന്റെ കവർ. അല്ല എന്റെ കുഞ്ഞുമോളെ, നിനക്ക് ആ തലക്ക് സുഖം ഉണ്ടായിട്ടേ. പക്ഷെ ഇത് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റുള്ള സാധനം. എന്നെ രാജകുമാരീനെ പോലെ കൊണ്ടുവരുന്ന എന്റെ അമ്മയുടെ ഒരു വെല്ലുമുണ്ടായിരുന്നു. എന്റെ അജ്ജി പുള്ളിക്കാരി എനിക്ക് കൊണ്ടുതന്ന മിഠായിന്റെ ഡോളാണ്. പിന്നെ സേട്ടൻ വന്നു. പണ്ട് എനിക്ക് എന്റെ ക്ലാസ് പഠിക്കുന്ന ചെക്കൻ ഉണ്ടാക്കി തന്നെ തോക്കാം. പണ്ട് എന്ന് പറഞ്ഞാൽ +1 പഠിക്കുമ്പോൾ ഞാൻ ഏട്ടാന്ന് വിളിച്ചിടന്നുകൊണ്ട് അനിയത്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി തന്നെ ഈ മാല. ദിസ് സോ സ്പെഷ്യൽ. ഞങ്ങൾ 8ാം ക്ലാസ് വയനാട് ട്രിപ്പ് പോയപ്പോൾ 2 ഏട്ടന്മാർ എന്റെ സീനിയേഴ്സ് എനക്കായിട്ട് വാങ്ങിച്ചെന്ന് മാലയാണ്. അത്രയും പേരുണ്ടായിട്ടും എനക്കായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു. അത് ഭയങ്കര സ്പെഷ്യൽ. ഇപ്പൊ ഞാൻ എടുത്ത് വെച്ചിട്ട് എന്റെ മാം എനക്ക് എന്ന പെണ്ണ. പിന്നെ ഉണ്ടായത് കുറെ ചപ്പ് ചവർ ഐറ്റംസും ഏതോ കൂതറ മോതിരും പിന്നെ 10 രൂപ ഒരു കോയിൻ. ഈ കോയിനിൽ ഞാൻ ഈടാക്കുന്നത് അതിൽ ഉപയോഗിച്ചൂടെ. എന്തായാലും ആവട്ടെ.